അമേരിക്കയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ സുരക്ഷ, അധികാരം, ഭരണഘടന എന്നിവയെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾക്ക് വഴിവെച്ച സംഭവമായി 2026 ഏപ്രിൽ 25-നുണ്ടായ വൈറ്റ് ഹൗസ് കറസ്പോണ്ടൻസ് ഡിന്നർ വെടിവയ്പ് മാറിയിരിക്കുകയാണ്. സാധാരണയായി മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളും ഭരണകൂടത്തിലെ ഉന്നതരും ഒന്നിച്ചുകൂടുന്ന പ്രതീകാത്മക വേദിയായ ഈ വാർഷിക ചടങ്ങ് ആ രാത്രി നിമിഷങ്ങൾക്കകം ദേശീയ സുരക്ഷാ പ്രതിസന്ധിയായി മാറി. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, വൈസ് പ്രസിഡന്റ് JD വാൻസ്, മന്ത്രിസഭാംഗങ്ങൾ, പ്രമുഖ മാധ്യമപ്രവർത്തകർ എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്ന സംഭവം അമേരിക്കൻ രാഷ്ട്രീയ വ്യവസ്ഥയുടെ കരുത്തിനെയും ദൗർബല്യങ്ങളെയും ഒരുപോലെ വെളിവാക്കി. വാഷിംഗ്ടൺ ഹിൽട്ടൺ ഹോട്ടലിൽ നടന്നിരുന്ന പരിപാടി പതിവ് പോലെ ഔപചാരികമായ അന്തരീക്ഷത്തിലായിരുന്നു. ബ്ലാക്ക് ടൈ വേഷത്തിലെത്തിയ അതിഥികൾ, രാഷ്ട്രീയ വിനോദ പരാമർശങ്ങൾ, ക്യാമറകളുടെ തിളക്കം, അധികാരത്തിന്റെ ആഡംബരം ഇതെല്ലാം ചേർന്നിരുന്ന സമയത്താണ് സുരക്ഷാ വളയം ഭേദിച്ച് ഒരു ആയുധധാരി പ്രധാന പ്രവേശന ഭാഗത്തേക്ക് നീങ്ങിയത്. വെടിയൊച്ച കേട്ട നിമിഷം തന്നെ സീക്രട്ട് സർവീസ് ഏജന്റുമാർ പ്രതികരിച്ചു. ഏതാനും സെക്കൻഡുകൾക്കകം വേദിയിലേക്ക് പാഞ്ഞെത്തിയ സുരക്ഷാ സേന പ്രസിഡന്റ് ട്രംപിനെയും വൈസ് പ്രസിഡന്റ് വാൻസിനെയും വളഞ്ഞ് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. ഹാളിലുണ്ടായിരുന്ന അതിഥികൾ പലരും മേശകൾക്കടിയിൽ അഭയം തേടി. ഒരു നിമിഷം മുമ്പ് ആഘോഷവേദിയായിരുന്ന ബോൾറൂം പെട്ടെന്ന് അടിയന്തര ഒഴിപ്പിക്കൽ കേന്ദ്രമായി മാറി. ആക്രമണശ്രമത്തിൽ ആരും കൊല്ലപ്പെട്ടില്ലെങ്കിലും ഒരു സീക്രട്ട് സർവീസ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റതായി റിപ്പോർട്ടുകളുണ്ട്. ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റ് ധരിച്ചിരുന്നതുകൊണ്ടാണ് ഗുരുതര പരിക്ക് ഒഴിവായത്. സുരക്ഷാസേനയുടെ വേഗത്തിലുള്ള ഇടപെടലാണ് വലിയ ദുരന്തം ഒഴിവാക്കിയത് എന്ന വിലയിരുത്തലാണ് ഉയർന്നത്. അമേരിക്കൻ പ്രസിഡന്റിനെ ലക്ഷ്യമിട്ട് നടക്കുന്ന ആക്രമണങ്ങളിൽ ചില സെക്കൻഡുകൾ പോലും ചരിത്രം മാറ്റിമറിക്കാൻ കഴിയുമെന്നതിനാൽ ഈ പ്രതികരണ വേഗം തന്നെ പിന്നീട് വലിയ ചർച്ചയായി. സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായത് കാലിഫോർണിയയിലെ ടോറൻസിൽ നിന്നുള്ള 31-കാരനായ കോൾ തോമസ് അലൻ ആണെന്ന് അധികൃതർ അറിയിച്ചു. ശാസ്ത്ര എഞ്ചിനീയറിംഗ് മേഖലയിൽ പ്രശസ്തമായ സ്ഥാപനത്തിൽ പഠിച്ച അദ്ദേഹം പിന്നീട് അധ്യാപകനായി ജോലി ചെയ്തിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. വലിയ ക്രിമിനൽ പശ്ചാത്തലമോ സംഘടിത തീവ്രവാദ ബന്ധമോ ഇല്ലാത്ത ഒരാളാണ് പ്രതിയെന്ന വിവരവും അന്വേഷണത്തെ കൂടുതൽ സങ്കീർണമാക്കി. സംഭവത്തിന് തൊട്ടുമുമ്പ് കുടുംബാംഗങ്ങൾക്ക് അയച്ച കുറിപ്പിൽ ഭരണകൂടത്തിനെതിരായ നിലപാടുകളും തന്റെ ആക്രമണ ലക്ഷ്യങ്ങളും രേഖപ്പെടുത്തിയിരുന്നുവെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇത് വെറും സുരക്ഷാ സംഭവം മാത്രമല്ല, അമേരിക്കൻ അധികാര കൈമാറ്റ സംവിധാനത്തെക്കുറിച്ചുള്ള വലിയ ചോദ്യവും വീണ്ടും മുന്നിലെത്തിച്ചു. ഒരു പ്രസിഡന്റിന് വധശ്രമമോ ഗുരുതര പരുക്കോ സംഭവിച്ചാൽ രാജ്യം എങ്ങനെ മുന്നോട്ടു പോകും? അമേരിക്കൻ ഭരണഘടനയും പ്രത്യേകിച്ച് ദ 25th Amendment to the US Constitution എന്ന 25ാം ഭേദഗതിയും ഇതിനുള്ള വ്യക്തമായ ഉത്തരമാണ് നൽകുന്നത്. അധികാരം വ്യക്തിപരമല്ല, സ്ഥാപനപരമാണ് എന്ന ആശയത്തിലാണ് ഈ സംവിധാനം നിലകൊള്ളുന്നത്. പ്രസിഡന്റ് മരിക്കുകയോ രാജിവെക്കുകയോ സ്ഥിരമായി പ്രവർത്തനക്ഷമത നഷ്ടപ്പെടുകയോ ചെയ്താൽ വൈസ് പ്രസിഡന്റ് നേരിട്ട് പ്രസിഡന്റാകും. ഈ സാഹചര്യത്തിൽ JD വാൻസ് ആണ് അടുത്ത അധികാരിയായി വരിക. ഇത് ഇടക്കാല ചുമതലയല്ല, മറിച്ച് പൂർണ്ണ ഭരണഘടനാപരമായ പ്രസിഡന്റിന്റെ അധികാരമാണ്. അതിനാൽ അധികാരശൂന്യത ഉണ്ടാകാതിരിക്കാൻ നിയമം ഉറപ്പു നൽകുന്നു. പ്രസിഡന്റിന്റെ അശക്തി താൽക്കാലികമാണെങ്കിൽ മറ്റൊരു സംവിധാനം പ്രാബല്യത്തിൽ വരും. ശസ്ത്രക്രിയ പോലുള്ള സാഹചര്യങ്ങളിൽ പ്രസിഡന്റ് സ്വമേധയാ അധികാരം താൽക്കാലികമായി വൈസ് പ്രസിഡന്റിന് കൈമാറാം. അപ്പോൾ വൈസ് പ്രസിഡന്റ് ആക്ടിംഗ് പ്രസിഡന്റായി പ്രവർത്തിക്കും. പ്രസിഡന്റ് തിരിച്ചെത്തി ചുമതല വീണ്ടെടുക്കുന്നതുവരെ ഈ ക്രമീകരണം തുടരും. അതിലും ഗുരുതരമായ സാഹചര്യം പ്രസിഡന്റിന് സ്വന്തം നില വ്യക്തമാക്കാനാകാത്ത അവസ്ഥയാണ്. അബോധാവസ്ഥയിലായാലോ ഗുരുതരമായി പരുക്കേറ്റാലോ വൈസ് പ്രസിഡന്റും മന്ത്രിസഭയിലെ ഭൂരിപക്ഷവും ചേർന്ന് കോൺഗ്രസിനെ രേഖാമൂലം അറിയിക്കാം. അപ്പോൾ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റിന്റെ അധികാരങ്ങൾ ഏറ്റെടുക്കും. തുടർന്ന് കോൺഗ്രസിന് നിശ്ചിത സമയത്തിനുള്ളിൽ ഇത് സ്ഥിരീകരിക്കാനുള്ള അധികാരവുമുണ്ട്. അധികാര കൈമാറ്റം പോലും രാഷ്ട്രീയ തർക്കമാകാതിരിക്കാൻ ഭരണഘടന നിർവചിച്ച സംവിധാനമാണിത്. പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും ഒരേ സമയം എന്തെങ്കിലും സംഭവിച്ചാൽ അധികാരനിരയിൽ അടുത്തത് ഹൗസ് സ്പീക്കറാണ്. തുടർന്ന് സെനറ്റ് പ്രസിഡന്റ് പ്രോ ടെമ്പോർ, പിന്നെ സ്റ്റേറ്റ് സെക്രട്ടറി, ട്രഷറി സെക്രട്ടറി, പ്രതിരോധ സെക്രട്ടറി എന്നിങ്ങനെ നിയമപരമായ അവകാശം നിലനിൽക്കുന്നു. ഈ പട്ടികയുടെ ഉദ്ദേശം വ്യക്തമാണ്. അമേരിക്കൻ ഭരണകൂടം ഒരിക്കലും തലവനില്ലാത്ത അവസ്ഥയിലാകരുത്. ഈ സംഭവത്തിന് ശേഷം വീണ്ടും ഉയർന്ന പ്രധാന ചർച്ച രാഷ്ട്രീയ അതിക്രമങ്ങളുടെ വർധനവിനെക്കുറിച്ചാണ്. തെരഞ്ഞെടുപ്പ് വൈരങ്ങൾ, സാമൂഹിക ധ്രുവീകരണം, ഓൺലൈൻ തീവ്രവൽക്കരണം, ഭരണകൂടത്തോടുള്ള അസന്തോഷം എന്നിവ ചേർന്നാണ് ഇത്തരം ആക്രമണങ്ങൾക്ക് പശ്ചാത്തലമൊരുക്കുന്നതെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ജനാധിപത്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. എന്നാൽ ആയുധത്തിലേക്കുള്ള വഴിത്തിരിവ് ഒരു സമൂഹത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പായി കാണപ്പെടുന്നു. അവസാനമായി പറയുമ്പോൾ വൈറ്റ് ഹൗസ് കറസ്പോണ്ടൻസ് ഡിന്നറിലുണ്ടായ വെടിവയ്പ് ഒരു രാത്രിയിലെ സുരക്ഷാ വീഴ്ചയേക്കാൾ വലുതാണ്. അത് അമേരിക്കൻ ജനാധിപത്യത്തിന്റെ പരീക്ഷണ നിമിഷമായിരുന്നു. സുരക്ഷാ സേനയുടെ വേഗം ഒരു ദുരന്തം ഒഴിവാക്കി. ഭരണഘടനയുടെ വ്യക്തത അധികാരശൂന്യതയെ തടഞ്ഞു. എന്നാൽ രാഷ്ട്രീയ വൈരാഗ്യം എത്രത്തോളം അപകടകരമായ ഘട്ടത്തിലെത്തിയിരിക്കുകയാണ് എന്ന ചോദ്യവും അതേസമയം ഈ സംഭവം ലോകത്തിനു മുന്നിൽ വെച്ചു.